CPIM ബന്ധം വിച്ഛേദിച്ച് PK ശശി പാലക്കാട്ടെ വിമതരുടെ കൺവെൻഷനിൽ. ശശിക്ക് ആവേശകരമായ സ്വീകരണം. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ മദ്യപാനിയെന്നും സ്പിരിറ്റ് കച്ചവടക്കാരനെന്നും വിളിച്ച് PK ശശി. ഒത്തുകൂടിയത് വിമതരല്ല വിപ്ലവകാരികളെന്നും ശശി. ഉത്തരവാദപ്പെട്ട പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്പിരിറ്റ് കേസിലെ പ്രതിയായിട്ട് വരികയാണ്. ഒന്നാം പ്രതിയായിട്ട് വരികയാണ്. ശശിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി CPIM. PK ശശി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിയിച്ചാൽ പറയുന്ന പണിയെടുക്കാമെന്ന് EN സുരേഷ് ബാബു. സതീശൻ ഇനി തീവ്രത അളക്കട്ടെ എന്നും പരിഹാസം. PK ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം, ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. ശശിയെ വാനോളം പുകഴ്ത്തി കോൺഗ്രസ് നേതാക്കൾ. ശശിക്കെതിരെ നിയമപരമായ പരാതികളൊന്നും ഇല്ലെന്ന് രമേശ് ചെന്നിത്തല. ശശിയെ ചെയർമാനാക്കി മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ രൂപീകരിച്ച് വിമതർ. UDF സർക്കാരിനെ പരിഹസിച്ച് വാർത്താരൂപത്തിൽ പത്രപരസ്യം നൽകി PRD. ഒന്നാം പേജിൽ UDF കാലത്തെ വിമർശിച്ച വാർത്താരൂപത്തിൽ പരസ്യം. ഉൾപേജിൽ LDF എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്ന അവകാശവാദവും. ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലും മലയാളത്തിൽ PRDയുടെ പരസ്യം. ഉമ്മൻചാണ്ടി സർക്കാരിനെ പരിഹസിക്കുന്ന പത്രപരസ്യങ്ങളിൽ സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷം. വാർത്തയുടെ രൂപത്തിലുള്ള പരസ്യം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് VD സതീശൻ. മരിച്ചിട്ടും ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നു എന്ന് KC വേണുഗോപാൽ. ഈ പരസ്യം തയ്യാറാക്കിയവരൊന്നും പെൻഷൻ വാങ്ങില്ലെന്ന് രമേശ് ചെന്നിത്തല. ഈ PRD ഉദ്യോഗസ്ഥന്മാർ ചെവിക്ക് നുള്ളിക്കോണം. ഇവരാരും പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നില്ല. ഇവർ കാണിക്കുന്നത് ശുദ്ധ മര്യാദകളാണ്. ഇടഞ്ഞു നിൽക്കുന്ന G സുധാകരനെ അനുനയിപ്പിക്കാൻ CPIM. സുധാകരനെ ഫോണിൽ വിളിച്ച് MV ഗോവിന്ദൻ. പരിഹസിച്ച് ചിരിച്ചിട്ടില്ലെന്ന് വിശദീകരണം. ചിരിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടെന്നും ഗോവിന്ദൻ. അംഗത്വം പുതുക്കില്ലെന്ന നിലപാടിൽ ഉറച്ച സുധാകരൻ. പാർട്ടിയെ സുധാകരൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് MA ബേബി. G സുധാകരനെ ചാരി CPIMനെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. സുധാകരൻ ജനപിന്തുണയുള്ള നേതാവെന്ന് KC വേണുഗോപാൽ. ബഹുമാന വ്യക്തിത്വമെന്ന് VD സതീശൻ. MV ഗോവിന്ദന്റെ പരിഹാസച്ചിരി രാഷ്ട്രീയ മര്യാദ അല്ലെന്ന് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ ചർച്ചകളൊന്നും സുധാകരനുമായി നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ. പാലക്കാട് നെന്മാറയിലെ CPIMന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ട്വിസ്റ്റ്. K ബാബുവിന് പകരം നെന്മാറയിൽ K പ്രേമൻ. പാലക്കാട്ടെ സ്ഥാനാർത്ഥി UDF പട്ടിക വന്നതിന് ശേഷം. കുന്നംകുളത്ത് AC മൊയ്തീനും മണലൂരിൽ C രവീന്ദ്രനാഥും സ്ഥാനാർത്ഥികളാകും. വൈപ്പിനിൽ MB ഷൈനി. തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ. അങ്കമാലിയിൽ വിദ്യാർത്ഥിനിയുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ പോലീസിനെതിരെ കുടുംബം. പോലീസ് ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ജാസ്ലയുടെ മാതാപിതാക്കൾ. സാധാരണക്കാർക്ക് ഒരു വിലയുമില്ല. ആളെ ഇതുവരെ കിട്ടാത്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ വലിയ സ്ഥലത്തെ വലിയ ഫാമിലി, വലിയ ക്യാഷുള്ള ആള് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണക്കാരൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ലേ. മുൻകൂർ ജാമ്യം തേടി വാഹനമോടിച്ച ഡോക്ടർ സിറിയക്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. അടപടലം പൊളിഞ്ഞ് പൊങ്കാല മാലിന്യങ്ങൾ നീക്കിയെന്ന തിരുവനന്തപുരം നഗരസഭയുടെ വാദം. 2 ദിവസമായിട്ടും ക്ഷേത്ര പരിസരത്ത് ഉൾപ്പെടെ മാലിന്യം നീക്കിയില്ല. കുമിഞ്ഞുകൂടി ചുടുകട്ടയും പേപ്പർ മാലിന്യവും. മൂക്കുപൊത്താതെ നടക്കാനാവില്ലെന്ന് പരിസരവാസികൾ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ നൽകുന്നതിൽ ദേവസ്വം ബോർഡിനെ വീണ്ടും വിമർശിച്ച് ഹൈക്കോടതി. ഓഡിറ്റിനായി മതിയായ രേഖകൾ ബോർഡ് നൽകിയില്ല. നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേട്. നിശ്ചയിച്ചതിലും കൂടുതൽ തുക ചെലവഴിച്ചു. ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ലെന്നും വിമർശനം. DA സന്ദേശ വിവാദത്തിൽ ഹർജിക്കാരനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. IT മിഷന്റെ അക്കൗണ്ടിൽ നിന്ന് സന്ദേശമയച്ചതിൽ നിയമവിരുദ്ധത എന്തെന്ന് ചോദ്യം. നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമല്ലേ എന്നും കോടതി. നേരിട്ട് ഹാജരായി നടപടിക്രമങ്ങൾ വിശദീകരിച്ച് IT മിഷൻ ഉദ്യോഗസ്ഥർ. ഹർജി വിധി പറയാൻ മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിൽ. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും ചർച്ച ചെയ്യും. ജ്ഞാനേഷ് കുമാർ കേരളത്തിൽ തുടരുക 3 ദിവസം. LDFിലെ സീറ്റ് വിഭജനത്തിൽ RJDക്ക് കടുത്ത അതൃപ്തി. കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടണമെന്ന് ഒരു വിഭാഗം. എലത്തൂർ സീറ്റിനെ ചൊല്ലി NCPയിൽ തർക്കം രൂക്ഷം. ശശീന്ദ്രൻ സ്വയം ഒഴിയണമെന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ PC ചാക്കോ.
അടൂർ സീറ്റിൽ രമ്യ ഹരിദാസിനെ പരിഗണിക്കുന്നതിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് അതൃപ്തി. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവർ വേണ്ടെന്ന് നിലപാട്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം. പീരുമേട് സീറ്റ് നൽകുന്നതിൽ പ്രാദേശിക എതിർപ്പ്. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. SFI നേതാവ് ധീരജിന്റെ കൊലപാതകത്തിൽ വിവാദ പരാമർശവുമായി ഇടുക്കി മുൻ DCC അധ്യക്ഷൻ ജോയ് തോമസ്. കുത്തേറ്റ ധീരജിനെ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് എന്താണ് നടന്നതെന്ന് CPIM പറയണം. കൊലപാതകത്തിന്റെ പാപഭാരം KSU പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെച്ചു. UDF അധികാരത്തിൽ വന്നാൽ ധീരജ് വധത്തിൽ പുനരന്വേഷണം. മന്ത്രി വീണ ജോർജിന് പ്രതിഷേധങ്ങൾക്കിടെ പരിക്കേറ്റ കേസിൽ അറസ്റ്റിലായ KSU നേതാക്കളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി. ജാമ്യം തേടി കണ്ണൂർ ജില്ലാ കോടതിയെ സമീപിച്ച ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള KSU നേതാക്കൾ. പ്രതികളുമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ്. കോഴിക്കോട്ടെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. സർക്കാരിന്റെ നിർണായക നീക്കം കാന്തപുരം വിഭാഗത്തെ ഒപ്പം നിർത്താൻ. മർക്കസിന്റേത് കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജ്. ആറ്റുകാൽ പൊങ്കാലയിടുന്നതിന് ഇടയിൽ അനാവശ്യമായ രീതിയിൽ ചിലർ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് വേദനിപ്പിച്ചെന്ന് നടി അന്ന രാജൻ. തന്റെ വേഷമോ ഭാവമോ ഭക്തരെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ്. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. തികഞ്ഞ ഭക്തിയോടെയാണ് പൊങ്കാല ഇട്ടതെന്നും അന്ന. മുള്ളൻ പന്നിയെ അടിച്ചുകൊന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി. തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് ഹർജി പരിഗണിക്കും. ശശിയുടെ അറസ്റ്റ് കോടതിയുടെ തീരുമാനത്തിന് ശേഷമെന്ന് വനം വകുപ്പ്. ബീഹാറിൽ നിതീഷ് യുഗത്തിന് അന്ത്യം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് നിതീഷ് കുമാർ. മുഖ്യമന്ത്രി പദം BJPക്ക് കൈമാറും. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാനുള്ള നിതീഷിന്റെ തീരുമാനത്തിൽ JDUവിൽ കലഹം. നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ. മെഗാസ്റ്റാർ മമ്മൂട്ടി ദ കാരവാൻ മാഗസിന്റെ കവർ ചിത്രം. മമ്മൂട്ടിയുടെ താരജീവിതത്തെക്കുറിച്ച് കവർ സ്റ്റോറി. കളങ്കാവൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തെക്കുറിച്ച് ലേഖനം. T20 ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ. സൂപ്പർ സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ നേരിടും. തകർത്തടിക്കാൻ സഞ്ജു സാംസണും ഇന്നിറങ്ങും. ടോസ് അല്പസമയത്തിനകം വാങ്കഡയിൽ. ജയിക്കുന്നവർക്ക് ഫൈനൽ ന്യൂസിലാൻഡ് എതിരാളികൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കുതിപ്പിന് വിരാമം. ന്യൂകാസിലിനോട് തോറ്റത് 1-2 ഗോളിന്. കാരിക്കിന് കീഴിൽ ആദ്യ തോൽവി. ആഴ്സണലിനും ചെൽസിക്കും ജയം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനിലക്കുരുക്ക്.